സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 35-ാം വാക്യം വായിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. അനേക രാജ്യങ്ങളിൽ ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ കത്തിക്കുകയും നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രമാത്രം എതിർപ്പുകളെ നേരിടേണ്ടി വന്ന ഒരു പുസ്തകം ലോകത്തിൽ തന്നെ മറ്റൊന്നില്ല. എന്നാൽ നശിപ്പിക്കുവാൻ ശ്രമിക്കും തോറും ഇത്രമാത്രം പ്രചാരം സൃഷ്ടിച്ച ഒരു പുസ്തകവും ലോകത്തിലില്ല. എന്താണ് ഇതിന്റെ കാരണം? അതെന്നേക്കും സ്വർഗത്തിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് എന്നുള്ളതാണ് ഉത്തരം. അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്ന, നിരാശയിൽ കഴിയുന്നവർക്ക് സമാധാനം നൽകുന്ന, പാപികളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന, നിത്യജീവന്റെ സന്ദേശം നൽകുന്ന ദൈവത്തിന്റെ വചനമാണ് വിശുദ്ധ ബൈബിൾ. വായിക്കും തോറും പുതുമ നൽകുന്ന മറ്റൊരു ഗ്രന്ഥവും ഈ ഭൂമിയിലില്ല. പ്രിയമുള്ളവരെ, ഇന്നും അനേക രാജ്യങ്ങളിൽ ഈ ബൈബിൾ നിരോധിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. അനേക ദൈവമക്കൾ രഹസ്യത്തിലാണ് ഈ പുസ്തകം വായിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഗ്രന്ഥം ഇന്ന് സുലഭമായി ലഭിച്ചിട്ടുണ്ട്. വായിക്കുവാനും പഠിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന കാലം അതിവിദൂരമല്ല. ഇന്ന് നമുക്കുള്ള സ്വാതന്ത്ര്യം എന്നും നിലനിൽക്കുന്നതല്ല. നമുക്ക് ലഭിച്ച സമയം തക്കത്തിൽ വിനിയോഗിക്കുക. ദൈവവചനം എന്നും വായിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് ജീവിപ്പാനും സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എന്നേക്കും നിലനിൽക്കുന്ന ദൈവവചനത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ച് ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദൈവവചനം എന്നും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്.